അതുപോലെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പെൺകുട്ടി പാമ്പിനെ വിട്ട് കടിപ്പിച്ചത്. ആ കുട്ടിയും പല പ്രാവശ്യം പറഞ്ഞു ഭർത്താവ് പീഡിപ്പിക്കുന്നുണ്ട്, അതാണ് അടിക്കുന്നുണ്ട്, മാനസികമായി വീട്ടുകാർ പീഡിപ്പിക്കുന്നുണ്ട് എന്നൊക്കെ വീട്ടിൽ പറഞ്ഞിട്ട് പല തവണ ആ കുട്ടിയെ പറഞ്ഞയക്കുകയാണ് ചെയ്തത് വീട്ടുകാർ. എന്നിട്ട് പാമ്പിനെ വിട്ട് കൊത്തിപ്പിച്ച് വിഷം ഇറക്കി വെച്ച് ആ കുട്ടിയെ കൊന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് സമാധാനമായി. പിന്നെ കരച്ചിലായി. പിന്നെ അവസാനത്തെ പ്രതിവിധി അത് മാത്രമാണല്ലോ, കരച്ചിൽ. അവർക്ക് വിഷമമുണ്ടാകും. പക്ഷെ നിങ്ങളൊക്കെ കൊലയ്ക്ക് കൊടുത്തതാണ് ആ കുട്ടിയെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. പെൺകുട്ടികളെ കല്യാണം കഴിച്ച് കൊടുത്തയക്കുന്നത് അവരവിടെ സന്തോഷമായിട്ട് ഇരിക്കാനാണ്, അല്ലാതെ കണ്ടവൻ്റെ അടി വാങ്ങി ജീവിതം കഴിപ്പിക്കാനുള്ളതല്ല പെൺകുട്ടികളുടെ ജീവിതം. അത് പെൺകുട്ടികളും മനസ്സിലാക്കണം. കുറേ വിവരമുള്ള പെൺകുട്ടികളൊക്കെ അത് ഇന്ന് കാലത്ത് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് കല്യാണത്തിന് ഒരു താല്പര്യമില്ലാത്തത്. അവരെ നിർബന്ധിക്കാനും ആരും പോകണ്ട. ഞാൻ ഈ നല്ല ബോൾഡായ പെൺകുട്ടികളോട് ഞാൻ പറയാം, നിങ്ങൾ കല്യാണം കഴിക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ കഴിക്കണ്ട. നിങ്ങൾ മാതാപിതാക്കൾക്ക് വലിയ ഭാരമായി കഴിയുകയാണെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പോകണ്ട. നിങ്ങൾക്ക് ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട്, PG ഉണ്ട് ഓരോ സ്ഥലത്തും. ജോലി ചെയ്ത് അവിടെ സമാധാനമായിട്ട് നിങ്ങൾക്ക് ജീവിക്കാം. അല്ല, ഇനിയും ഭർത്താക്കന്മാരെ ദ്രോഹിക്കുന്ന പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ മടിച്ച് നിൽക്കേണ്ട ഒരാവശ്യമില്ല. നിങ്ങൾ സന്തോഷമായി ഇരിക്കുന്നുണ്ടെങ്കിൽ അവിടുന്ന് പിരിഞ്ഞ് വരാനല്ല ഞാൻ പറയണത്. അവരുടെ അടിയും തൊഴിയും കൊണ്ട് നിങ്ങൾ അവിടെ ഇരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ജോലി എന്തായാലും കിട്ടും. താമസിക്കാൻ നിങ്ങൾക്ക് സ്ഥലമില്ലെങ്കിൽ 10,000 ഉറുപ്പ്യ കൊടുത്ത് നിങ്ങൾ വാടകയ്ക്ക് ഇരിക്കണം എന്നൊന്നുമില്ല. കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് വാടകയ്ക്ക് കൊടുക്കാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾക്ക് ഓരോ മെട്രോ സിറ്റികളിൽ പോയാൽ അവിടെ PG ഉണ്ട്. 6,000, 5,000 അല്ലെങ്കിൽ 6,500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഫുഡ് അടക്കം ഇൻക്ലൂഡിങ് ആണ്, അക്കോമഡേഷൻ. സുഖമായി അവിടെ ജീവിക്കാം. നിങ്ങൾക്ക് കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടെത്തണം. അല്ലാതെ നിങ്ങൾ അത് എല്ലാ കുട്ടിയും കൊണ്ട് പോകാൻ ഒരു ഓപ്ഷൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങളവിടെ ഇരിക്കരുത്. നിങ്ങളൊരു പോം വഴി കണ്ടെത്തണം. കാരണം നിങ്ങൾ ഒരിക്കൽ കൈവച്ചവൻ ഉറപ്പാണ് നിങ്ങളെ കൊല്ലാൻ മടിക്കില്ല എന്നുള്ളത്. നിങ്ങൾ എന്തിനാ ഈ കൊല്ലാൻ വേണ്ടി അവർക്ക് നിന്ന് കൊടുക്കുന്നത്? നിങ്ങൾക്ക് ജീവിതം ആസ്വദിക്കണ്ടേ? എന്താ ഭർത്താവാണോ അവസാനത്തെ വിഷയം? ഭർത്താവ് ഉണ്ടെങ്കിൽ ജീവിതം ഉള്ളൂ എന്നുണ്ടോ? അത് സ്നേഹമുള്ള ഭർത്താവാണെങ്കിൽ ശരി, അതൊരു സന്തോഷമായ ജീവിതം തന്നെയാണ്. പക്ഷെ അതല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ എന്തിനു ജീവിക്കണം? ഭർത്താവില്ലെങ്കിലും സുഖമായി ജീവിക്കുന്ന എത്രയോ നാട്ടിൽ സ്ത്രീകളുണ്ട്. ബോൾഡായിട്ട് ജീവിക്കുന്ന, അഭിമാനത്തോടെ ജീവിക്കുന്ന സ്ത്രീകളുണ്ട്. നിങ്ങളാദ്യം നിങ്ങളുടെ മനസ്സിനെ ശക്തിപ്പെടുത്തുകയാണ് വേണ്ടത്. മനസ്സിലായില്ലേ? ഞാൻ ജീവിച്ച് കാണിച്ചു കൊടുക്കും. അല്ലാതെ ഇയാളുടെ അടിയും തൊഴിയും കൊണ്ട് ജീവിതകാലം മുഴുവൻ ജീവിതം പണയം വെച്ച് അടിയറവ് വെച്ചിട്ട് ജീവിക്കുന്നതല്ല ജീവിതം. തിരിച്ച് ഇറങ്ങണം അങ്ങോട്ട് വീട്ടിലേക്ക്. അല്ല, വീട്ടുകാർ കയറ്റിയില്ല എന്ന് പറഞ്ഞാൽ വേറെ മാർഗം നോക്കണം. നിങ്ങൾക്ക് അതിനുള്ള വിവരമില്ലേ? ആലോചിക്കാനും ചിന്തിക്കാനും നിങ്ങൾക്ക് വിവരമില്ലായ്മയില്ലല്ലോ.